ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഷാഫിച്ചാലിയം അയച്ചു തന്ന ഈ ഫോട്ടോ ഉണ്ട്. അതാണ് നമ്മളെ അൻവർ നഹ എന്ന് പറയുന്നത്. അൻവർ നഹ നമ്മളെ പഴയ ഉപമുഖ്യമന്ത്രി ഔക്കാദർ കുട്ടി നഹയുടെ മകനാണ്. അതേപോലെ തന്നെ മുൻ മന്ത്രി PK അബ്ദുറബിന്റെ സഹോദരനാണ് അൻവർ നഹ. അദ്ദേഹമാണ് ദുബായ് KMCCയുടെ സെക്രട്ടറി. ഇത് ഡോക്ടർ പുത്തൂർ റഹ്മാൻ അദ്ദേഹം ദുബായ് KMCCയുടെ പ്രസിഡന്റാണ്. അപ്പൊ ഇവര് വളരെ വിഷ്ണുതയായിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അവിടെ ചെന്ന് ഇവരെ വിളിച്ചുകൂട്ടിയിട്ട് അവർക്ക് ഒരു ചെലവുമില്ലാതെ അവരെ ഗൾഫിലേക്ക് കൊണ്ടുപോകുക. പാസ്പോർട്ടൊക്കെ ഇപ്പൊ റെഡി ആയിട്ടുള്ളവർക്ക് 45 ദിവസം തൊട്ട് 60 ദിവസത്തിന് 2 മാസത്തിനുള്ളിൽ തന്നെ ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഏർപ്പാട്. അവർക്ക് പറ്റിയ സ്ഥലത്ത് പ്ലേസ്മെന്റ് ആ രീതിയിൽ ഏർപ്പാടാക്കുന്ന രീതിയിൽ അവിടെയുള്ള കമ്പനികളുമായി, റിക്രൂട്ടിംഗ് ഏജൻസികളുമായി, ബാക്കിയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇവർ പ്രാഥമികമായിട്ട് ചർച്ച നടത്തി. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ 3 വാർഡുകളിലായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളിലായിട്ടുള്ള ഏകദേശം ആൺപെൺ വ്യത്യാസമില്ലാതെ ജാതി മതം ഒന്നും നോക്കാതെ മുസ്ലിം ലീഗാണ് KMCC ആണെന്ന് എഴുതിയിട്ട് കേരള മുസ്ലിം കൾച്ചർ സെന്റർ എന്നാണ് പേര് എഴുതിയിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഞാൻ ഒരു 10,000 രൂപ അയച്ചു കൊടുത്തപ്പം അതിൽ 1 രൂപ പോലും ദുർവ്യയം ചെയ്യപ്പെടില്ല, അത് ക്രിയാത്മകമായി ഉപയോഗിക്കുമെന്ന് എനിക്ക് ഏറ്റവും ബോധ്യമുള്ള ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് ഈ മുസ്ലിം ലീഗിന്റെ ഫണ്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് അഭിമാനം തോന്നണമെന്ന് പറഞ്ഞത്. അതിൽ പങ്കാളികളായ ഓരോരുത്തർക്കും അഭിമാനിക്കാം. കാരണം വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അത് കൃത്യമായി എത്തേണ്ടടുത്ത് സംസ്ഥാന സർക്കാർ പോലും പ്ലാൻ ചെയ്യാത്ത രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള പ്ലാനിങ്ങിൽ A to Z കാര്യങ്ങൾ 4 ഘട്ടങ്ങളായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ കൂടെ ഈ ചെറുപ്പക്കാർക്ക് നമുക്കറിയാം, ഒന്ന് ഗൾഫിൽ പോകണമെന്നുണ്ടെങ്കിൽ വിസ എടുക്കണമെങ്കിൽ 1.5 ലക്ഷം റുപ്യ ഉണ്ടാക്കണം, ടിക്കറ്റിന് വേറെ പൈസ, എന്നിട്ട് അവിടെ പോയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണം ജോലി കണ്ടുപിടിക്കണമെങ്കിൽ. അതിന് ഒരു മുടക്കില്ലാതെ 5 ഉറുപ്പ്യന്റെ മുടക്കില്ലാതെ ഇവർ കൊണ്ടുപോവുകയാണ് കുട്ടികളെ, ചെറുപ്പക്കാരെ. അവരുടെ പ്രായത്തിനനുസൃതമായ ജോലിയിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യുക. 75ഓളം അപേക്ഷ വന്ന അതിൽ 65ഓളം പേരെ 2 മാസത്തിനുള്ളിൽ തന്നെ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, അവരുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച്, അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് ഉള്ള രീതിയിൽ അവരുടെ പഠന വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള അനുയോജ്യമായ ജോലികളിൽ കൊണ്ടുപോയാക്കുക. താല്പര്യമുള്ള ആർക്കും അവരെ സമീപിക്കാവുന്നതാണ്, ആ പ്രദേശത്തുള്ളവർ കേട്ടോ, ഈ ദുരന്തബാധിത പ്രദേശത്തുള്ള താല്പര്യമുള്ള ആർക്കും. അപ്പം വളരെ വളരെ നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇവരെ ഭാഗത്തുനിന്നുണ്ടായത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ 8 വർഷമായിട്ട് അധികാരത്തിന് പുറത്തിരിക്കുന്ന ഒരു പാർട്ടി. അതിന് പുറമെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ CPM എത്രയോ മന്ത്രിമാരുണ്ട്. കുറെ കാലമായിട്ട് ഭരണത്തിലല്ല, എത്രയോ മാറി എത്രയോ മുഖ്യമന്ത്രിമാർ വന്നു. CPM കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. കോൺഗ്രസ് എത്രയോ മുഖ്യമന്ത്രിമാർ വന്നു, അവർക്ക് എത്രയോ മന്ത്രിമാരുണ്ടാവാറുണ്ട്. മുസ്ലിം ലീഗ് അധികാരത്തിലെത്തുമ്പോൾ 4 മന്ത്രിമാരായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിലാണ് അവർക്ക് 5 മന്ത്രിയായി കിട്ടിയത്. അവർക്കിപ്പോ എവിടെ MLA മാരുള്ളത്? കാസർഗോഡ് ജില്ലയിൽ നിന്ന് 2, കാസർഗോഡ് മഞ്ചേശ്വരം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആകെ 1 ഉള്ളത്, കൊടുവള്ളിയിൽ മുനീർ. അത് തന്നെ മഞ്ചേശ്വരം MLA നമുക്കറിയാം. അർജുന്റെ ശിരൂരിൽ അർജുന്റെ അപകടം സംഭവിച്ച അന്ന് തൊട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു മഞ്ചേശ്വരം MLA അഷ്റഫ്. ഞാനൊരു അഷ്റഫിനായിട്ട് പരിചയപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതേസമയം എനിക്ക് മറ്റേ കമർഷൻ എനിക്ക് നല്ല ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പം കുറെ നാളായി MC കമർദ്ദൻ ഇപ്പൊ വിളിച്ചിട്ട്. പിന്നെ അവർക്ക് മലപ്പുറം ജില്ലയിലാണ് MLA മാരുള്ളത്. വയനാട് ജില്ലയിൽ അവർക്കൊരു MLA ഇല്ല. കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി മാത്രം. പിന്നെ പാലക്കാട് ജില്ലയിലുള്ളത് നമ്മളെ മണ്ണാർക്കാട് ഷംസു. ഇത്രയും പേരേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല. തൃശ്ശൂർ ഒട്ടുംകെട്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് ഇത് ചെയ്യണമെന്ന് ആലോചിക്കണം. ഇവിടെ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPIക്ക് ഇപ്പോഴും 4 മന്ത്രിമാരുണ്ട്, സംഘടനാ ബലമുണ്ട്. BJPക്ക് പിന്നെ ഇവിടെ ആകെ ഒരു MP ഉള്ളൂ എന്ന് പറയാം. അവർക്ക് പിന്നെ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. അപ്പൊ ഉള്ള സോഴ്സുകൾ ഏറ്റവും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് ഇവര്. CH സെന്ററുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കുറെ ഡീറ്റെയിൽസ് എടുത്ത് ഷാപ്പിക്കാൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. CH സെന്റർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞത്രേ. ഇപ്പൊ തലശ്ശേരി ക്യാൻസർ സെന്ററിന്റെ അവിടെയാണെങ്കിലും ബാക്കി തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ രോഗികൾക്കും അവിടെ ട്രീറ്റ്മെന്റിന് പോകുന്നവർക്കും കീമോ ചെയ്യാൻ പോകുന്നവർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് ഞാൻ വേറെ സ്റ്റോറി ആയിട്ട് എല്ലാം കൂടി ഇപ്പൊ അതിൽ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കൂടും. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഗൾഫിൽ പോയിട്ടുള്ള ഏതൊരാൾക്കും അറിയാം KMCC എന്താണ് എന്ന്. ഞാൻ തൊട്ടറിഞ്ഞിട്ടുള്ളതാ. എനിക്ക് ഈ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള എന്റെ ധാരണകൾ പലതും മാറുന്നത് ഗൾഫിൽ പോയതിനു ശേഷവും അവിടെയുള്ള മുസ്ലിം ലീഗുകാരോടും എന്റെ നാട്ടിലൊക്കെ ഉള്ള ചിലപ്പോൾ അന്തമിട്ട പഴയ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. പക്ഷെ അവിടെയുള്ള മുസ്ലിം ലീഗുകാരോട് ഇപ്പൊ ഖത്തറിലാവുമ്പോൾ KMCC പ്രസിഡന്റായിരുന്ന SM ബഷീറുടെ സംസ്ഥാന സെക്രട്ടറിമാര്, വയനാട് ജില്ലാ പ്രസിഡന്റ് റൈസ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സവാദ് വെളിയങ്കോട്, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോയ, അൻവർ ബാബു, ഇബ്രാഹിം, ഇക്ബാൽ ചെറ്റുവ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ
എന്ത് വിഷണറിയായിട്ട് എന്ത് ഭംഗിയായിട്ട് എന്ത് വെടിപ്പായിട്ട് ചെയ്യാന്നറിയാം. ഒരു അപകടം എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ആ ബോഡി നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത് ഒക്കെ ഏതെങ്കിലും ചതിയിൽ വിസ തട്ടിപ്പിൽ കുടുങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ എവിടെയെങ്കിലും അക്കോമഡേഷനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. അങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തുന്നത് സംഘടന എന്നുള്ള രീതിയിലാണ് പിന്നീട് എനിക്ക് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ധാരണ മാറിയത്. എന്തായിരുന്നാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്, ദുബായ് KMCCക്ക് വേണ്ട ലോകത്താകമാനമുള്ള എവിടെയൊക്കെ മലയാളികളുള്ളടത്ത് KMCC ഉണ്ടോ അവിടെയൊക്കെ. മുംബൈയിലേക്ക് KMCC വളരെ ശക്തമാണ്, കർണാടകയിലെ KMCC, ബാംഗ്ലൂർ KMCC വളരെ ശക്തമാണ്, ചെന്നൈ KMCC ഒരു കാലത്ത് മദ്രാസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, മുംബൈയിലൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പൊ SM ബഷീർ തന്നെ മുംബൈയിലെ KMCC കൂടിയാണ് വന്നത്. പിന്നീടാണ് അദ്ദേഹം ഖത്തറിന്റെ KMCC പ്രസിഡന്റ് ആയത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാത്തവരറിയാൻ വേണ്ടിയിട്ട്. മുസ്ലിം ലീഗിനോട് എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അത് വേറെ കാര്യം, അത് വേറെ വിഷയം, അത് നാളെ നമ്മൾ പറയും. പക്ഷെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചെറുപ്പക്കാർക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ജാതിയും മതവും നോക്കാതെ ആണോ പെണ്ണോ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ലിംഗഭേദമന്യേ അവരെ അനുയോജ്യമായ തന്നെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു തട്ടിപ്പിലും കുടുങ്ങാത്ത രീതിയിലുള്ള ഇവരുടെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് ജോലിയാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ റെഡ് സല്യൂട്ട് ടു ദ വൈറ്റ് ഗാർഡ് ആൻഡ് ഗ്രീൻ വോളണ്ടിയേഴ്സ്.